Bible Crown 2020. The Lena Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God. Bible Crown 2020. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനാ ആശംസകൾ നേർന്നുകൊണ്ട് ജോൺ വർഗീസ്, ബീന ജോൺ, നിഖിൽ ആൻഡ് നിതിൻ, USA. ദൈവത്തിന്റെ തിരുവചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ബൈബിൾ ക്രൗൺ 2020. ബൈബിൾ ക്രൗൺ 2020. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, ഈ പുതിയ എപ്പിസോഡിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതിൽ മത്സരിക്കുവാൻ എത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിലും കരുണയിലും ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടുവാനും അവിടുത്തെ വചനത്തിൻ്റെ പൊരുൾ ലോകത്തിലെ അനേകായിരങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ തക്കതിനുണ്ടും നീ ഇതിനെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഏഴയിലും ഏഴാംഗങ്ങളെ കൊണ്ട് സൂക്ഷ്മയിപ്പാൻ സഹായിക്കണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണ്. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള എല്ലാ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. നാം ഒലിവ് സ്റ്റേജിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ എപ്പിസോഡിലേക്ക് നമ്മുടെ സ്കോർ കീപ്പേഴ്സായ മിസസ് രാജീവ് വർഗീസിനെയും മിസസ് ലീന എലിസബത്തിനെയും സ്വാഗതം ചെയ്യും. ഇന്ന് ഈ എപ്പിസോഡിൽ മത്സരിക്കുവാൻ എത്തിയിരിക്കുന്നത് ജാൻസി അലക്സ്, അഗസ്റ്റിൻ ജോസഫ്, വ്യോല ജേസൺ, മൂവരെയും കർത്തൃനാമത്തിൽ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജാൻസി എങ്ങനെയാണ്? പ്രിപ്പയർഡാണോ? അത്യാവശ്യമായിട്ടുള്ള പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലേ? ഗുഡ്. എങ്ങനെയാണ്? കൂടുതൽ ബൈബിൾ റെഫർ ചെയ്യുകയാണോ അതോ പ്രശ്നോത്തരി ഗ്രന്ഥങ്ങൾ വായിച്ച് തള്ളുകയാണോ? എന്താ ചെയ്തത്? ബൈബിൾ ക്വിസ് ബുക്സ് ഒക്കെ റെഫർ ചെയ്തു. ബൈബിൾ ക്വിസ് ബുക്സ് ഒക്കെ കൺഫർ ചെയ്തു. വിത്ത് ബൈബിളും വായിച്ചു. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. യെസ് അഗസ്റ്റിൻ, എങ്ങനെയാണ് തയ്യാറായിരിക്കുന്നത്? ബൈബിൾ ക്വിസ് പുസ്തകങ്ങളും ബൈബിളും ഒക്കെ വായിച്ചു. ബൈബിൾ ക്വിസ് പുസ്തകങ്ങളും ബൈബിളും ഒക്കെ വായിച്ചിട്ടുണ്ട്. തയ്യാറായിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. ഹൗ അബൌട്ട് വ്യോല? ബൈബിൾ ക്വിസ് ബുക്കുകളും വിത്ത് ബൈബിൾ ക്വിസ് ബുക്സുകൾ ഒരുപാട് ഇന്ന് അവൈലബിൾ ആണല്ലേ? റൈറ്റ്. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട് ശരിക്കും. സോ യു ആർ പ്രിപ്പയർഡ്, റൈറ്റ്? നമ്മുടെ ഈ സ്റ്റേജിലെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഈ സ്റ്റേജിലെ ഈ എപ്പിസോഡിലെ റൗണ്ട്സ് കഴിഞ്ഞതിലും അല്പം വ്യത്യസ്തമാണ്. ഒരു പുതിയ റൗണ്ട് കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പ്രൈസ് റൗണ്ട്, ദൈവത്തെ പാടി സ്തുതിക്കുവാനുള്ള ഒരു അവസരം. ഓരോരുത്തർക്കും ഓരോ പാട്ട് പാടുവാനുള്ള അവസരമുണ്ട്. 4 മിനിറ്റാണ് അതിൻ്റെ പരമാവധി സമയം. ഒരു മത്സരത്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്തുതിക്കാനുള്ളൊരു അവസരമാണ്. പക്ഷേ ഇതൊരു മത്സരത്തിലായിരിക്കുന്നത് കൊണ്ട് അതിനെ മാർക്കിടാതിരിക്കുവാൻ നിർവാഹമില്ല. അതുകൊണ്ട് പ്രൈസ് റൗണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുന്നു. കൂടാതെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, കഴിഞ്ഞ പ്രാവശ്യം അതിൽ ഓരോരുത്തർക്കും ഓരോ ചോദ്യമേ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം 2 ചോദ്യങ്ങൾ വീതമുണ്ട്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടിലും 6 ചോദ്യങ്ങൾ. ചോദ്യങ്ങളുടെ മാർക്കുകളുടെ മൂല്യവും കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 4 മാർക്കായിരുന്നു. ഈ പ്രാവശ്യം 5 മാർക്കുകളാണ്. പിന്നെ പഴയതുപോലെ തന്നെ ചൂസ് ആൻഡ് ആൻസർ റൗണ്ട്. അതിലൊന്നിൽ ഞാൻ ചോദിക്കണമെങ്കിൽ ഞാൻ ചോദിക്കാം, നിങ്ങൾ ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നീട് ബൈബിൾ ബമ്പർ റൗണ്ട്. നമ്മുടെ മാർക്കുകളുടെ മൂല്യം എന്ന് പറഞ്ഞാൽ തെറ്റായ മറുപടികൾക്ക് പഴയതുപോലെ -1, അതോടൊപ്പം ക്ലൂവിനും -1. ക്ലോക്ക് വൈസ് ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ എവറിഥിങ് ഈസ് ക്ലിയർ. സോ സ്കോർ കീപ്പേഴ്സ്, ആർ യു റെഡി? Ready. So shall we go now to the Old Testament round?
ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട് അല്ലെങ്കിൽ പഴയ നിയമ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആർക്കാണ് ആദ്യമേ അത് ആരംഭിക്കുവാൻ സന്മനസ്സുള്ളത്? ബ്യൂല ജെയ്സറാണോ, ജാൻസി അലക്സ് ആണോ? ബ്യൂല അല്ലേ? ബ്യൂലയ്ക്ക് തയ്യാറാണ്. ഡോണ്ട് വറി. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ബ്യൂല. വളരെ എളുപ്പമായിട്ട് 5 മാർക്ക് ലഭിക്കാമായിരുന്നു. വളരെ ഈസി ആയിട്ടൊരു ചോദ്യമാണ്. ഷാൽ വി സ്റ്റാർട്ട്? So the first question in the Old Testament round goes to Beulah Jason, and this is the question. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ ആരാധിക്കുമെന്ന് ആരോട് പറഞ്ഞു? യോശുവയോട് പറഞ്ഞത് ഇസ്രായേൽ മക്കളോടാണ് പറഞ്ഞത്. വളരെ ശരിയായ മറുപടിയാണ്. Beulah Jason gets 5 marks for that. The next is Jancy Alex. ഇത് എവിടെ വെച്ചാണ് യോശുവ പറഞ്ഞത്? ഏത് സ്ഥലത്ത് വെച്ചാണ്? പാസ്. അഗസ്റ്റിൻ ജോസഫ്. പാസ്. ബ്യൂല പാസ്. ഷേഖേമിൽ വെച്ചാണ് പറഞ്ഞത്. അഗസ്റ്റിൻ ജോസഫിനോടാണ് അടുത്ത ചോദ്യം. റൈറ്റ്. സൃഷ്ടികർമ്മത്തിൽ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് വിശ്രമിച്ച ദിവസം ഏത്? 7-ാം ദിവസം. വളരെ എളുപ്പമായ ചോദ്യമാണ്. യു ഗെറ്റ് 5 marks ഫോർ ദാറ്റ്. റൈറ്റ്. അടുത്ത ചോദ്യം ബെല ജേസൺ. ഇസ്രായേൽ മക്കളെ വിട്ടയച്ച ശേഷം വീണ്ടും അവരെ പിടിച്ച് മടക്കി കൊണ്ടുവരുവാൻ ഫറവോൻ സൈന്യവുമായി പിന്തുടർന്നത് എത്ര രഥങ്ങളോടുകൂടിയാണ്? 400. She gets -1. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ പരദേശവാസം കഴിഞ്ഞ് യാത്ര പുറപ്പെട്ടത് എത്ര വർഷം കഴിഞ്ഞ? 400. -1 mark for Jancy Alex. Next is Augustine Joseph. പാസ്. 430. വളരെ ശരിയായ മറുപടിയാണ്. 4 മാർക്ക്. റൈറ്റ്. അടുത്ത ചോദ്യം. വിശുദ്ധ ബൈബിളിൽ മാനഭംഗത്തിന് ഇരയായ ആദ്യത്തെ വ്യക്തി ആരാണ്? അറിയില്ല. പാസ്. യെസ് ബേല. ദീന. ശരിയായ മറുപടിയാണ്. 4 marks. So that brings us to the close of the Old Testament round. Old Testament round ഇവിടെ പൂർണ്ണമാകുന്നു. സ്കോർ കാർഡ് പറഞ്ഞാട്ടെ. Jancy Alex -1. -1. Augustine Joseph 5. Augustine Joseph 5. Beulah Jason 12. And Beulah Jason 12 marks. Bible Count 2020. The Christian Walk Bible is not a bookshelf Bible. The Christian Walk Bible has been designed by Brother Dr. Matthews Vergas under the guidance and inspiration of the Holy Spirit. The features of the Christian Walk Bible, the superior quality of the paper used makes it not only compact but lighter as well. Pentatonic color tone is fascinating enough to entreat anyone to have a look at the contents. Visual accommodation and reading comfort. Fonts were chosen after a thorough research, and interlinear spaces were increased to facilitate both easy browsing and soulful reading of the Word. The Christian Walk Bible has a fabulous, multicolored cover. It portrays the heaven, the earth, and the seas as depicted in the creation as seen in the very first verses of the Bible. The footprints on the sandy shores remind us of the footsteps of our Lord and Savior Jesus Christ, who walked upon the earth and laid down his life to redeem us. The key features of the Christian Walk Bible on fasting prayer have been presented on art paper with a splendid multicolor design which makes it easily identifiable and accessible. The Christian Walk Bible encourages and nourishes believers in their walk with Christ, bringing different perspectives to this through a variety of different features. Let us journey through the Christian Walk Bible and discover the treasures our Lord has provided for us through Brother Dr. Matthews Vergas. The Christian Walk Bible to lead you to a life of holiness through fasting prayer and to enlighten,
encourage, and empower your walk with Christ. Bible Count 2020. Next we go to the New Testament round. വളരെ എളുപ്പമായ ചോദ്യമാണ്. മഗ്ദല മറിയം ഏത് ദേശത്തു നിന്നാണ് വന്നിരുന്നത്? Bethlehem. -1 mark for Jancy Alex and Augustine Joseph. മഗ്ദല മറിയം എന്ന് പറഞ്ഞാൽ മഗ്ദലക്കാരി മറിയ എന്ന് പറഞ്ഞാൽ മഗ്ദലയിൽ നിന്നാണ് വന്നത്. അഗസ്റ്റിൻ ജോസഫ് വളരെ വിദഗ്ധമായ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. സോ ഗെറ്റ്സ് 4 marks for that. And number 2, മഗ്ദല മറിയം യേശുവിനെ പിന്തുടരുവാനുള്ള കാരണം എന്താണ്? തൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി. -1 mark. Yes, Bella. എൻ്റെ മേലുള്ള ഭൂതത്തെ ശാസിച്ചതിനാൽ. തൻ്റെ മേലുള്ള ഭൂതത്തെ ശാസിച്ചു. അതാണ് ശരിയായ മറുപടി. യെസ്. ജാൻസിക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഇല്ല, ഒരു ഭൂതം ഉണ്ടായിരുന്നുള്ളൂ. മഗ്ദല മറിയത്തിൻ്റെ ദേഹത്ത് എത്ര ഭൂതങ്ങളുണ്ടായിരുന്നു? 7. ഇപ്പോഴാണ് പറയുന്നത്. നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു. വെറുതെ 4 മാർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ വേല ജോൺ ശരിയായിട്ട് വായിക്കാത്തതുകൊണ്ട് -1 മാർക്ക്. ഭൂതത്തെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മഗ്ദലക്കാരത്തി പറഞ്ഞിട്ട് ശരീരത്തിൽ നിന്ന് 7 ഭൂതങ്ങളെ യേശു പുറത്താക്കി. സോ ഭൂതത്തെ പുറത്താക്കി അല്ലേ? ഭൂതം എന്ന് പറഞ്ഞൊരു വാക്ക് കിട്ടി. അതുകൊണ്ട് -1/2 മാർക്ക്. അതിൽ ജാൻസി പിടിച്ചു. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ 7 അന്ന് മനസ്സിലായി. അടുത്ത ചോദ്യം, യേശുവിനെ പിന്തുടർന്ന് യേശുവിനോടൊപ്പം രാവാർത്ത ശിഷ്യൻ ആരാണ്? പാസ്. യെസ്. നെക്സ്റ്റ് ചാൻസ് ഇസ് ഫോർ ജാൻസി. പത്രോസ്. -1 മാർക്ക്. അഗസ്റ്റിൻ. പാസ്. അന്ത്രയാസ്. റൈറ്റ്. അടുത്ത ചോദ്യം ആരോടാണ്? ജാൻസിയോട് തന്നെയാണ് അല്ലേ? അന്ത്രയോസ് യേശുവിൻ്റെ അടുക്കൽ നിന്ന് എങ്ങോട്ടാണ് പോയത്? എന്താണ് ചെയ്തത്? യേശുവിൻ്റെ അടുത്തിൽ രാത്രി താമസിച്ചു. രാവിലെ എഴുന്നേറ്റ ഉടനെ എന്താണ് ചെയ്തത്? പാസ്. യെസ് മിസ്റ്റർ അഗസ്റ്റിൻ. പത്രോസിൻ്റെ അടുക്കൽ പോയി. ഓടിച്ചെന്നു തൻ്റെ സഹോദരൻ്റെ അടുക്കിലേക്ക്. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു യേശുവിനെ കണ്ടെത്തിയ കാര്യം. അപ്പോൾ അഗസ്റ്റിൻ ജോസഫ് ഗെറ്റ്സ് 4 marks. റൈറ്റ്. യു ഹാവ് ടു ആൻസർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. പത്രോസിനെ വിളിച്ചുകൊണ്ട് വന്നു. കർത്താവ് അവനെ നോക്കിയിട്ട് എന്താണ് പറഞ്ഞത്? യെസ്. ബ്യൂല ജെയ്സൺ. എന്നെ അനുഗമിക്കാൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നതിന് -1 മാർക്ക്. യെസ്. ജാൻസിക്ക് വല്ലതും പറയാറുണ്ടോ? ഒന്നും പറയാനില്ല. അതാണ് ഏറ്റവും നല്ല കാര്യം. യെസ്. നീ യോഹന്നാൻ്റെ പുത്രനായ ശീമോനാകുന്നു, നിന്നെ ഇനിമേൽ കേഫ എന്ന് വിളിക്കും. കേഫ എന്ന് പറഞ്ഞാൽ പത്രോസ്. അതറിയാം. ഇതൊക്കെ നേരത്തെ പറഞ്ഞു പോയി. മറുപടി അറിയാം, പക്ഷെ പറയാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. സോ നോബഡി ഗെറ്റ്സ് എനി മാർക്ക്. ബ്യൂലയ്ക്ക് -1 ഉണ്ട്. യെസ്. സോ ഒരു ചോദ്യം, ബസർ ചോദ്യം. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? യെസ് ജാൻസി, കം ഓൺ. പാറ. വളരെ ശരിയാണ്. 3 മാർക്ക്. ജാൻസി അലക്സ്. ഗുഡ്. So there we come to the end of New Testament round. Please give me the scorecard. For Jancy Alex 1. Jancy Alexന് 1 മാർക്ക് ലഭിച്ചിരിക്കുന്നു. Augustine Joseph 7. Augustine Josephന് 7 marks. And Beulah Jason -1.5.
ബ്യൂല ജെയ്സന് -1 എൻ്റെ മാർക്ക്. ഇനി ഒരുപാട് മാർക്കുണ്ട്, അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. Bible Count 2020. വളരെ നല്ല രീതിയിൽ ഈ ഒരു മ്യൂസിയം ഇവിടെ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാനുണ്ട് കുറേ. എടുത്തു പറയേണ്ട ഒന്ന്, വെറും ഒരു റിലീജിയൻ എന്നുള്ള ഒരു അപ്പുറത്തേക്ക് വലിയ അറിവ് കിട്ടാനുള്ള ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ യങ് ജനറേഷൻ ജെറുസലേമിലും ഒക്കെ യാത്ര ചെയ്തിട്ടുള്ള 2-3 വട്ടം അവിടെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മരണ വീണ്ടും ഒരു പുതുക്കലൊക്കെ ആയിട്ട് തോന്നുന്നു. നമുക്കൊന്നും കേരളത്തിൽ ഇത്തരത്തിൽ നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്ന മറ്റു സ്ഥലം ഉണ്ടോയെന്ന് അറിയില്ല. കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കേണ്ട ഒരു മ്യൂസിയമാണ്. മ്യൂസിയം ഓഫ് ദ വേൾഡ്, PB നമ്പർ 4, വെമ്പായം PU, തിരുവനന്തപുരം. ഫോൺ 9495 998555. Bible Count 2020. അടുത്ത റൗണ്ട് പ്രേസ് റൗണ്ടാണ്. ദൈവത്തെ പാടി സ്തുതിക്കുന്ന റൗണ്ട്. ഇവിടെ ജാൻസി അലക്സ് ഉണ്ട്. പാട്ട് പാടുമോ? ഗുഡ്. അപ്പോൾ അഗസ്റ്റിൻ ജോസഫ് അത്യാവശ്യം പാടും. ബ്യൂല ജെയ്സൺ എന്ത് പറയുന്നു? ചെറുതായിട്ട് പാടും, പക്ഷെ ശബ്ദം ഉയർത്തി പാടും. സോ വെൽക്കം. ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഈ റൗണ്ടിലേക്ക് 3 പേരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് റൗണ്ട് ആരംഭിക്കുന്നത് ജാൻസി അലക്സിൻ്റെ ഗാനത്തോടു കൂടിയാണ്. എല്ലാം എല്ലാം നിന്ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം നീ തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനീ രോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എൻ്റേതല്ല. നാഥാ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം നീ തന്നതല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം നിൻ ദാനമല്ലോ, ഇതൊന്നും ഞാൻ നേടിയതല്ല. നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം എല്ലാം നിൻ ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം നീ തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ബന്ധങ്ങളിൽ എൻ്റെ കർമ്മങ്ങൾ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ, ബന്ധങ്ങളിൽ എൻ്റെ കർമ്മങ്ങൾ എന്നെ നിൻ
സ്നേഹവും ദാനമല്ലേ. പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം നിൻ ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം നീ തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം നിൻ ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം നീ തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. അടുത്തതായിട്ട് പാടുന്നത് അഗസ്റ്റിൻ ജോസഫാണ്. പാടും ഞാൻ യേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. പാടും ഞാൻ എന്നാകതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിനായി. പാടും ഞാൻ എന്നാകതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിനായി. ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ, പാടി സ്തുതിക്കുമെന്നും. ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ, പാടി സ്തുതിക്കുമെന്നും. പാടും ഞാൻ യേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. സ്വന്ത ജനമായ യൂതന്മാരെ തള്ളി അന്ധതയിൽ കിടന്ന, സ്വന്ത ജനമായ യൂതന്മാരെ തള്ളി അന്ധതയിൽ കിടന്ന, ബഹു സന്താപത്താലുഴൻ നീടും പുറജാതി സന്തതിയെ വീണ്ടോനെ. ബഹു സന്താപത്താലുഴൻ നീടും പുറജാതി സന്തതിയെ വീണ്ടോനെ. പാടും ഞാൻ യേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. കാട്ടോലിവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ, കട്ടോലിവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ, അവൻ വെട്ടിയിണച്ചെന്നെ നല്ലോലിവിൻ തരു ഒടതു ചിന്തിച്ചെന്നും. അവൻ വെട്ടിയിണച്ചെന്നെ നല്ലോലിവിൻ തരു ഒടതു ചിന്തിച്ചെന്നും. പാടും ഞാൻ യേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. And finally, Beulah Jason. അഴലേറും ജീവിതമരുവിൽ നീ
തളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോൻ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുവാൻ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുവാൻ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ, സുർപ്പൂരം നീ അണയും വരെയും. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ, സുർപ്പൂരം നീ അണയും വരെയും. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കാർമൂകിലേറിക്കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ. കാർമൂകിലേറിക്കരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുവാൻ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നമ്മുടെ പ്രൈസ് റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ജാൻസി അലക്സ് എങ്ങനെ പാടി? അറിയില്ല, കുഴപ്പമില്ല, ആത്മനിറവിൽ പാടാൻ കഴിയും. അത്രേ ആയില്ല. ജാൻസി അലക്സ് മനോഹരമായി പാടി. 7.5 മാർക്കാണ് ജാൻസി അലക്സിന് ലഭിക്കുന്നത്. 7.5 മാർക്സ്. താങ്ക് യു സർ. അടുത്തതായിട്ട് അഗസ്റ്റിൻ ജോസഫ്. പാട്ടിനെ കുറിച്ച് എന്ത് തോന്നുന്നു? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അഗസ്റ്റിൻ ജോസഫ് വളരെ പഴയ ഒരു പാട്ടാണ് പാടും ഞാൻ യേശുവിന്. അഗസ്റ്റിൻ ജോസഫിന് 6.5 മാർക്സ് ലഭിക്കുകയാണ്. അടുത്തതായി
ബ്യൂല ജെയ്സൺ, അഴലേറും ജീവിതമരുവിൽ. ഇവിടെ ഈ സ്റ്റേജിൽ ഇത് 6ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ആ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ പാട്ടുകൾ കേൾക്കുമ്പോൾ കമ്പാരിസൺ ഇല്ല. പക്ഷേ ഒരേ പാട്ട് തന്നെ കേൾക്കുമ്പോൾ ഇന്നപ്പം പാടിയല്ലോ, ഇന്ന റൗണ്ടിൽ പാടിയല്ലോ, അതെങ്ങനെയായിരുന്നു ഒരു തുലനം വരും. അത്രമാത്രം പ്രസിദ്ധമായ ഒരു പാട്ടാണോ അഴലേറും ജീവിതമരുവിൽ? ജീവിത സാഹചര്യങ്ങളിൽ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആശ്വസിക്കാൻ ഉപയോഗിക്കുന്ന പാട്ടാണ്. ഓൾ റൈറ്റ്, ദാറ്റ് ഈസ് വെരി ഗുഡ്. 6.5 മാർക്സ്. മാർക്ക് ഒട്ടും കുറയ്ക്കുന്നില്ല. Bible Count 2020. അതിരാവിലെ തിരുസന്നിധിയിൽ, അത്യുന്നതനായ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഏതൊരു ദൈവ പൈതലിനെയും തളർന്നു പോകാതെ ശക്തിയും നിരാശയിൽ പ്രത്യാശയും ബലഹീനതയിൽ ബലവുമേകി അതിരാവിലെ അത്യുന്നതനായ ദൈവസന്നിധിയിലേക്ക് നമ്മെ നയിക്കുവാൻ ഓരോ പ്രഭാതത്തിലും 6:30 വെയ്റ്റ് ടു വെയ്റ്റ് ടെലിവിഷൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന പ്രതിദിന ധ്യാന സമാഹാരം അതിരാവിലെ തിരുസന്നിധിയിൽ ഇപ്പോൾ പുസ്തക രൂപത്തിലും യാത്രകളെ ധന്യമാക്കുവാൻ CD രൂപത്തിലും ലഭ്യമാണ്. മലയാളത്തിലെ അപൂർവമായ ധ്യാന സമാഹാരം ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് തയ്യാറാക്കിയ 8ാം പതിപ്പ് അതിരാവിലെ തിരുസന്നിധിയിൽ. പുസ്തകത്തിനും CDകൾക്കും ബന്ധപ്പെടുക 9495-828-444, 9287-287-222. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല 9287-287-223. ബൈബിൾ ടവർ, കോഴഞ്ചേരി 9287-287-224. Bible Count 2020. നാം അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. ചൂസ് ആൻ ആൻസർ റൗണ്ട്. രണ്ട് രീതിയിൽ അത് ചെയ്യാം. ഒന്നിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറയാം. ഇവിടെ രണ്ടും ചെയ്യുന്നവരുണ്ട്. എന്നോട് തന്നെ ചോദിക്കാൻ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചോദിച്ചൊരു ചോദ്യം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? യെസ് ജാൻസി, പറയൂ. തിരഞ്ഞെടുക്കണം. പറഞ്ഞേക്ക്, ധൈര്യമായിട്ട് പറയൂ. വാട്ട് ഇസ് ഇറ്റ്? തിരഞ്ഞെടുക്കാം. റൈറ്റ്. വാട്ട് അബൌട്ട് ബ്യൂല? ചൂസ് ചെയ്യണം. കം, പ്ലീസ് കം. പ്രശ്നമില്ല, വരൂ, ചൂസ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ ചൂസ് തന്നെ, അതുപോലെ തന്നെ. യെസ് ബ്യൂല. We go for the choose and answer round. ആർക്കാണ് ഒന്നാമത്തെ? ജാൻസി അലക്സിനാണ്. റൈറ്റ്. ചോദിക്കട്ടെ, തിരുവചനത്തിലെ ആദ്യത്തെ കാവ്യ പുസ്തകം ഏതാണ്? സങ്കീർത്തനം കാവ്യ പുസ്തകമാണ്, പക്ഷെ ആദ്യത്തെ പുസ്തകമല്ല. So, -1 mark for Jancy Alex and Augustine Joseph. ഇയ്യോബ്. ശരിയായ മറുപടിയാണ്. 4 marks for Augustine. നമ്പർ 2 ആരാണ്? ബ്യൂലയാണ്. വെരി ഗുഡ്. വിശുദ്ധ ബൈബിളിൽ എത്ര കാവ്യ പുസ്തകങ്ങളുണ്ട്? എക്സാക്ട്ലി. എന്താ പേടിക്കുന്നത്? 5 marks for ബ്യൂല ജെയ്സൺ. റൈറ്റ്. മൂന്നാമത്തേത് സ്വാഭാവികമായും അഗസ്റ്റിൻ ജോസഫിനാണ്. റൈറ്റ്. അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന എല്ലാ വാക്യങ്ങളുടെയും അവസാനമുള്ള സങ്കീർത്തനം ഏതാണ്? 150. 150. -1 mark for Augustine Joseph. നെക്സ്റ്റ് ചാൻസ് ഓഫ് ബ്യൂല. സങ്കീർത്തനം 136. എക്സാക്ട്ലി. സങ്കീർത്തനം 136. ഓരോ വാക്യങ്ങൾ കഴിയുമ്പോഴും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് പറയുന്നു. 4 marks for ബ്യൂല ആൻഡ് -1 mark for Augustine Joseph. റൈറ്റ്. എല്ലാവരോടും ചോദിച്ചു. ഒരു ബസർ ചോദ്യം. കാവ്യ പുസ്തകങ്ങളിൽ അവസാനത്തെ കാവ്യ പുസ്തകം ഏതാണ്?
യെസ്. സഭാപ്രസംഗി. -1 മാർക്ക് ഫോർ അഗസ്റ്റിൻ ജോസഫ്. ബ്യൂല ജോസഫ്. വിലാപങ്ങൾ. വിലാപങ്ങൾ -1 മാർക്ക്. ജാൻസി. ഉത്തമഗീതം. ഉത്തമഗീതം. So 4 marks for Jancy Alex, and both Augustine and Beulah gets big -1 mark. ഇവിടെ നമ്മുടെ ചൂസ് ആൻഡ് ആൻസർ റൗണ്ട് പൂർണ്ണമാകുകയാണ്. Will you please give me the scorecard? For Jancy Alex 3. Jancy Alex 3 കുതിച്ചു വരുന്നു. Augustine Joseph at 2. അഗസ്റ്റിൻ ജോസഫ് പിന്നാലെ ഉണ്ട് 2 മാർക്ക്. And Beulah Jason at 8. ബീല ജോൺസൺ വളരെ മുന്നിലേക്ക് പോയിരിക്കുന്നു 8 മാർക്ക്. വെരി ഗുഡ്. Bible Count 2020. വിജ്ഞാനത്തിന്റെയും വിചിന്തനത്തിന്റെയും പന്ഥാവിലൂടെ ഒരു യാത്ര. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസിന്റെ ദൈവിക ദർശനത്തിന്റെ ആവിഷ്കാരം. മ്യൂസിയം ഓഫ് ദ വേൾഡ്. അറിവിന്റെ വാതിലുകൾ നമുക്കായി ഇവിടെ തുറക്കുന്നു. ചരിത്രത്തിന്റെ ഏടുകളിലൂടെയുള്ള പഠന വഴികൾ. മ്യൂസിയം ഓഫ് ദ വേൾഡ്. ഇന്റർനാഷണൽ ബൈബിൾ ഷോക്കേസ്, ഇന്റർനാഷണൽ ഫിലാറ്റലിക് മ്യൂസിയം, ഇന്റർനാഷണൽ ന്യൂമിസ്മാറ്റിക് മ്യൂസിയം, ഇന്റർനാഷണൽ മ്യൂസിയം ഓഫ് ക്രോസസ് തുടങ്ങി നിരവധി കാഴ്ചകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മ്യൂസിയം ഓഫ് ദ വേൾഡ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495 998555. Bible Count 2020. So shall we go for the next round? Bible bumper round. ബൈബിൾ ബമ്പർ റൗണ്ട് ബൈബിൾ ബസർ റൗണ്ട് കൂടിയാണ്. ഇവിടെ ചോദ്യം പൊതുവാണ്. ബസർ അമർത്തുന്ന വേഗതയും മറുപടി പറയുന്നതിൻ്റെ കൃത്യതയും. റൈറ്റ്? മറുപടി പറയാം, ബസർ അമർത്തിയില്ലെങ്കിൽ മാർക്ക് കിട്ടുകയില്ല. ബസർ അമർത്തും, മറുപടി പറഞ്ഞില്ലെങ്കിലും മാർക്ക് കിട്ടുകയില്ല. ആർ യു റെഡി? സോ ഹിയർ വി ഗോ ഫോർ ദ ബൈബിൾ ബമ്പർ റൗണ്ട്. സംഖ്യാപുസ്തകത്തിലെ ജനസംഖ്യാ നിർണയത്തിൽ ആരെയാണ് ഉൾപ്പെടുത്താതിരുന്നത്? റൈറ്റ്, ജാൻസി. ലേവ്യ ഗോത്രത്തിൽ. വളരെ ശരിയായ മറുപടിയാണ്. 6 മാർക്സ് ഫോർ ജാൻസി അലക്സ്. അത് താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, പക്ഷേ കുറച്ചുകൂടെ ശരിയായ ഉത്തരമുണ്ട്. റൈറ്റ്. അടുത്ത ചോദ്യം വീണ്ടും അതേ ചോദ്യമാണ്. ലേവ്യ ഗോത്രത്തെ ഉൾപ്പെടുത്തിയില്ല. ഇനിയും ഉൾപ്പെടുത്താതിരിക്കുന്ന ഒരു പൊതുവേ ഉള്ളൊരു മാനദണ്ഡമുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കാൻ പോവുകയാണ്. സംഖ്യാപുസ്തകത്തിൽ ജനസംഖ്യാ നിർണയത്തിൽ ആരെയൊക്കെയാണ് വേറെ ഉൾപ്പെടുത്താതിരുന്നത്? അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നത് ആരെയാണ്? ഏത് പ്രായത്തിന് മുകളിലുള്ളവരെയാണ്? സ്ത്രീയാണോ പുരുഷനാണോ കുഞ്ഞാണോ? അത്രയും വ്യക്തമായിട്ട് ക്ലൂ തരികയാണ്. ഇരുപത് വയസ്സും അതിലധികവും യുദ്ധപ്രാപ്തിയുള്ള പുരുഷൻ. അറിയത്തില്ലായിരുന്നു. എന്താ പറയാഞ്ഞ്? അറിയാവുന്നതിൽ ഞാൻ അത്രയും വിശദീകരിച്ച് പറഞ്ഞിട്ടും പറയാൻ വയ്യാതെ പോയി. ഉത്തരം അറിഞ്ഞിട്ട് പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ മൈൻഡ്. ഇനി ഒരു ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. മരുഭൂ പ്രയാണത്തിൽ എത്ര ജനസംഖ്യാ നിർണയം നടന്നു? ഒരു ക്ലൂ തരാം. സംഖ്യാപുസ്തകത്തിൽ എത്ര ജനസംഖ്യാ നിർണയമുണ്ട്? യെസ് ബ്യൂല. 1. സോ -1 ഫോർ ബ്യൂല. ജാൻസിക്ക് വല്ല ഓർമ്മയുണ്ടോ? ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന്റെ എണ്ണ സംഖ്യ ആയിരിക്കും. എനിക്കതൊന്നും അറിഞ്ഞുകൂടാ.
മരുഭൂപ്രയാണം എന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാലിൽ എത്തുന്ന കാര്യമാണ്. പിന്നെ സംഖ്യാപുസ്തകം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ആ സംഖ്യാപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്ര ജനസംഖ്യ നിർണ്ണയം കണക്കനുസരിച്ച് 6,000 ലക്ഷത്തിൽ പുരുഷൻ. അതൊന്നും അല്ല, എത്ര പ്രാവശ്യം എണ്ണി അറിയില്ല, പാസ്. അറിയില്ല. അറിയില്ല. 2 പ്രാവശ്യം അറിയാവുന്ന കാര്യം. ദാറ്റ്സ് ഫൈൻ. അപ്പോൾ വളരെ എളുപ്പമായൊരു ചോദ്യം, ആലോചിച്ച് മറുപടി പറയണം. ആദ്യത്തെ ജനസംഖ്യാ നിർണയത്തിൽ ഉണ്ടായിരുന്ന എത്ര പേർ കനാലിൽ പ്രവേശിച്ചു? യെസ് ബ്യൂല. 2 പേര് ആ ജനസംഖ്യാ നിർണയത്തിലുള്ള 20 വയസ്സിന് മേലോട്ടുള്ളവരിൽ യോശുവയും കാലവും മാത്രമേ കനാൻ ദേശത്ത് പ്രവേശിച്ചുള്ളൂ. ബാക്കി എല്ലാവരും മരുഭൂപ്രയാണത്തിൽ പട്ടുപോയി. സോ യു ഗെറ്റ് 6 മാർക്സ്. 6 മാർക്സ് ഓഫ് ബ്യൂല. അത് ശരിയായ മറുപടിയാണ്. 2 പേർ മാത്രമേ ആദ്യത്തെ ജനസംഖ്യാ നിർണയത്തിൽ ഉണ്ടായിരുന്നത്. 2 പേർ മാത്രമാണ് കനാലിൽ പ്രവേശിച്ചത്. ദാറ്റ്സ് എ വെരി ഗുഡ് ആൻസർ. റൈറ്റ്. സോ ദാറ്റ് ബ്രിങ്സ് us to the end of Bible Bumper Round. Bible Count 2020. അപ്പച്ചാ, നമുക്ക് ബൈബിൾ പ്രശ്നോത്തരി കളിക്കാം. ഈ ടെലിവിഷനിൽ ബൈബിൾ രക്തം പ്രശ്നോത്തരി വന്നേ പിന്നെ എവിടെ ചെന്നാലും പ്രശ്നോത്തരിയാ. ഇന്നലത്തെ പ്രശ്നോത്തരിയില്ലേ എനിക്ക് 6 ഉത്തരങ്ങൾ അറിയായിരുന്നു. പിന്നെ നിന്റെ അറിവൊക്കെ എനിക്ക് അറിയാൻ വയ്യായിരുന്നു. നിങ്ങൾ കിടന്ന് വഴക്കടിക്കാതെ, ഞാൻ ക്വിസ് മാസ്റ്റർ. ആർക്കാ അറിവെന്ന് അപ്പ അറിയാലോ. ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ഈസോപ്പ് എന്നാൽ എന്ത്? യെസ് മിസ്സസ് അന്നാമ. അത് പഴയ നിയമകാലത്ത് കുളിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു തരം സോപ്പാണ്. മോളെ, അത് കുളിക്കാനല്ല, പഴയ നിയമകാലത്തെ തുണി അലക്കാൻ ഉപയോഗിച്ച സോപ്പ. അല്ലല്ല, അത് കുളിക്കാനായിട്ട് ഉപയോഗിച്ച സോപ്പാ. തുണി അലക്കാൻ 2 പേർക്ക് -2 മാർക്ക്. അത് കുളിക്കാനും അലക്കാനും ഉപയോഗിച്ച സോപ്പല്ല. പഴയ നിയമകാലത്ത് ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച ഒരു വള്ളിച്ചെടിയാ. വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ അതിന്റെ പടവും ഉണ്ട്. എന്നാ നീ വേറൊരു ചോദ്യം ചോദിക്കേ. നെഹുഷ്ഠാൻ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു തരം കുഷ്ഠരോഗമാണ്. ഏത് തരം കുഷ്ഠാന്നും കൂടി പറയണം. എനിക്ക് മനസ്സില്ല. ഞാൻ പറയാം. കരിങ്കുഷ്ഠത്തിനാണ് നെഹുഷ്ഠാൻ എന്ന് പറയുന്നത്. 2 പേർക്ക് വീണ്ടും -2 മാർക്ക്. നെഹുഷ്ഠാൻ കുഷ്ഠമല്ല, കരിങ്കുഷ്ഠവുമല്ല. മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തെയാണ് നെഹുഷ്ഠാൻ എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ പുസ്തകത്തിൽ അതില്ലെന്നേ. അതുകൊണ്ടാണ് വിശുദ്ധ സത്യവേദ പുസ്തകം വായിക്കാൻ ഞാൻ പറയുന്നത്. ഇതെല്ലാം അതിലുണ്ട്. ബൈബിൾ വായനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്ന വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ വാരി വിതറുന്ന മലയാളത്തിലെ ഏക ബൈബിൾ, വിശുദ്ധ സത്യവേദ പുസ്തകം. ബൈബിൾ ടവർ, കുരിശുകവല, തിരുവല്ല. ഫോൺ 9287287223. ബൈബിൾ ടവർ, കോഴഞ്ചേരി. ഫോൺ 9287287224. ബൈബിൾ ടവർ, കേശവദാസപുരം, തിരുവനന്തപുരം. ഫോൺ 9287287222 എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. Bible Count 2020. ഇനി വേദ വായനയാണ്. ബൈബിൾ എടുക്കണം, വേദഭാഗം ഉടനെ എടുത്തൊക്കെ വായിച്ചേക്കണം. റെഡി? യോന 3:4. യോന നഗരത്തിൽ കിടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴിദൂരം ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകുമെന്ന് വിളിച്ചു പറഞ്ഞു. എക്സാക്ട്ലി. 3 marks for Beulah Jason. ജാൻസിക്കും കിട്ടി. താമസിച്ചല്ലേ? നോ മൈൻഡ്. ക്ലോസ് യുവർ ബൈബിൾസ്. മർക്കോസിന്റെ സുവിശേഷം 14:52. അവനോ പുതപ്പിട്ട് വിട്ട് നഗ്നനായി ഓടിപ്പോയി. അവനോ പുതപ്പിട്ട് നഗ്നനായിട്ട് ഓടിപ്പോയതാണോ? പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി. പുതപ്പ് വിട്ടാലേ നഗ്നനാവും. താങ്കൾ ആദ്യമേ വായിച്ചാവും പുതപ്പിട്ട് നഗ്നനായി ഓടിപ്പോയതാണ്. The answer is very right. അഗസ്റ്റിൻ ജോസഫ് ഗെറ്റ്സ് 3 മാർക്ക്. ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ ഞാൻ പരിഭാഷപ്പെടുത്തിയ ബൈബിളിൽ തെറ്റ് പറ്റിയോ എന്നെനിക്കൊരു സംശയമില്ല. അത് ഞാൻ പെട്ടെന്ന് എടുത്ത് ചോദിച്ചു. പുതപ്പിട്ടിട്ട് നഗ്നനായിട്ട് ഓടിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ റൈറ്റ്. 3 marks for Augustine Joseph. And now for the final Bible reading. Ready?
1 പത്രോസ് 4:8. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുവിൻ. സ്നേഹം പാപങ്ങളുടെ മഹത്വത്തെ മറയ്ക്കുന്നു. Very good. 3 marks for Jancy Alex. So that brings us to the close of the Bible bumper round. Will you please give me the marks card? ഈ റൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടുന്ന 2 പേരല്ല അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത്. നമ്മുടെ ഒലിവ് റൗണ്ടിലുള്ള എല്ലാ മത്സരാർത്ഥികളുടെയും മാർക്കുകൾ പരിഗണിച്ച് ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കുന്നവർക്കായിരിക്കും അടുത്ത റൗണ്ടായ സീനിയർ റൗണ്ടിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ സാധ്യതയുണ്ട്. യെസ്. Jancy Alex 9 marks. Jancy Alex 9 marks. Augustine Joseph 3. Augustine Joseph gets 3 marks. Beulah Jason 8. Beulah Jason 8. അത് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. ഇനിയും അടുത്തതായിട്ട് ഈ എപ്പിസോഡിൻ്റെ സ്കോർ പറയും. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ആദ്യ റൗണ്ട് ഏതൻ റൗണ്ടിൻ്റെ ഇരട്ടിയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ സെക്കൻഡിനും തേർഡിനും വർധനയുണ്ട്. ഓരോ റൗണ്ടിലും ഇനിയും സമ്മാനത്തുക വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പുതിയ റൗണ്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. ആർ യു ഹാപ്പി? ജാൻസിക്ക് ഒരു ചെറിയ വിഷമം അല്ലേ? സാരമില്ല, ഇറ്റ്സ് എ പ്രാക്ടീസ്. ഇത് പ്രാക്ടീസായിട്ട് കണക്കാക്കിയാൽ മതി. ദാറ്റ്സ് ഫിറ്റ്നസ്. ബ്യൂലയ്ക്ക് അങ്ങനെ അധൈര്യമൊന്നും ഇല്ലല്ലേ? സർ, ഞാൻ നിൽക്കുന്നത് ഒരു ടെസ്റ്റിമണി. റൈറ്റ് സൈഡ് പാരലൈസ് ആയി പോയ വ്യക്തിയാണ് ഞാൻ. യെസ്, ഇറ്റ്സ് എ ടെസ്റ്റിമണി. റൈറ്റ് സൈഡ് പാരലൈസ് ആയിട്ടുള്ള ബ്യൂലയ്ക്ക് കർത്താവ് കൊടുത്ത സൗഖ്യത്തിൻ്റെ സാക്ഷ്യമായിട്ട് അവിടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. റൈറ്റ്. അങ്ങനെ റൈറ്റ് സൈഡ് പാരലൈസായി സൗഖ്യം തന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് വേല ഈ മത്സരത്തിൽ പങ്കെടുത്തു. 33 മാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഈസ് അഗസ്റ്റിൻ ജോസഫ് 23.5. അവസാന ഘട്ടത്തിൽ ജാൻസി പിടിച്ചു കയറി 19 മാർക്ക്. നല്ല മാർക്കാണ്. കൺഗ്രാജുലേഷൻസ്. Now you come for the prize distribution. Congratulations. Thank you. Yes, August. ചങ്ങനാശ്ശേരി വരുന്നല്ലേ? കുറച്ചുകൂടെ വായിക്കണം. കൺഗ്രാജുലേഷൻസ്. റൈറ്റ്. ജാൻസി വിഷമിക്കട്ടെ ആരെയും. നല്ല മാർക്ക്. താങ്ക് യു. Bible Count 2020. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ ക്രൗൺ 2020. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനാ ആശംസകൾ നേർന്നുകൊണ്ട് ജോൺ വർഗീസ്, ബീന ജോൺ, നിഖിൽ ആൻഡ് നിതിൻ, USA. ബൈബിൾ ക്രൗൺ 2020. The Lena Risa family dedicates with the prayers Bible Crown 2020 for the promotion and propagation of the Word of God.